ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാലരാമപുരത്തോട്ട് പോകാം. നമ്മളെ അനിയൻ്റെ കല്യാണമായി. അപ്പോൾ അവന് കുറച്ച് ഡ്രസ്സ് എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് പോകാനായിട്ട് ഇറങ്ങി. ഞാൻ ഇപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വീടെത്തി. നമ്മുടെ വീട് തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ബാലരാമപുരത്തോട്ടാണ്. ബാലരാമപുരത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതാണ് കല്യാണപ്പൈ. അല്ല, ഇവനല്ല കല്യാണപ്പൈ. ഇവൻ കല്യാണപ്പൈൻ്റെ ചേട്ടൻ. ഇതാണ് കല്യാണപ്പൈ. ഇതായിരിക്കും രോഹിത്. ഭയങ്കര ബ്ലോക്ക്. മണി 11:12 മണിയായി. എന്നിട്ടും ബ്ലോക്കാണ്. അങ്ങനെ നമ്മൾ ബാലരാമപുരത്ത് എത്തിയിരിക്കുകയാണ്. രവി കൃഷ്ണ ടെക്സ്റ്റൈൽസ്. നമ്മളത് നോക്കിയാണ് പോണത്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോണത്. നമ്മൾ അപ്പുറത്തോടെയാണ് സാധനം വന്നിട്ടുള്ളത്. ഇപ്പോൾ വേറെ വഴിയാണ് കാണിക്കുന്നത്. കൈത്തറി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മെയിൻ പ്ലേസ് ആണ് ബാലരാമപുരം. അതാണ് ഈ ലെഫ്റ്റ്. ഇവിടെ ഒരു ലെഫ്റ്റ് ഉണ്ട്. ഈ ലെഫ്റ്റ് കയറി വേണം പോകാൻ. ഇത് ആ അമ്പലത്തിന് അങ്ങോട്ട് ആദ്യം തന്നെ കറക്റ്റ് ഈ നേരെ കാണുന്ന അമ്പലം. അമ്പലം ഇവിടെയൊക്കെ കൂടുതലും കാണുന്നത് നമ്മൾ ഈ തമിഴ്നാട്ടിലെ തെരുവ് പോലത്തെ സ്ഥലങ്ങളാണ്. ഗൈസ്, ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അസൽ തമിഴ്നാടാണെന്നേ പറയുള്ളൂ. കംപ്ലീറ്റ് സൈഡ് കണ്ട തെരുവ് പോലെയാണ്. ഈ അമ്പലത്തിന്റെ പിറകിലാണ് നമ്മുടെ ടെക്സ്റ്റൈൽസ്. കണ്ടി ഗൈസ്, കട്ടീസ് രവി കൃഷ്ണ ടെക്സ്റ്റൈൽസ്. ഗൈസ്, ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് മൊത്തം കളക്ഷൻസാണ്. അങ്ങോട്ടൊക്കെ ഉണ്ട്, അകത്തോട്ടുണ്ട്. വൈഡ് വെറൈറ്റീസ് ഓഫ് മുണ്ട്സ്. ഇവിടെ നിന്നാണ് മുണ്ടുകൾ വാങ്ങിച്ച് പല ടെക്സ്റ്റൈൽസും പല വിലയ്ക്കും സിറ്റിക്കകത്ത് വിൽക്കുന്നത്. കൈത്തറി മുണ്ടുകളെല്ലാം ഇവിടെ കിട്ടും. ചേച്ചി, നമ്മൾ ആദ്യം ഷർട്ട് എടുത്തിട്ട് ഇത് എടുക്കുന്നതാണോ നല്ലത്? എങ്ങനെയാ? ക്രീം കളർ ആയിരിക്കും. ഒരുപാട് രീതികൾ വേണോ? വേണ്ട ചേച്ചി, ഇത്രയും ഇത്രയും വീതിയൊക്കെ മതിയോ? എന്ത് നൈസായിരുന്നു. ഒരു സിൽവറിൻ്റെ കൂടെ വന്നപ്പോൾ കുറച്ച് ഇതില് റേറ്റ് എങ്ങനെയാ ചേച്ചി വരുന്നത്? 1000 വരും. ഇതും എൻ്റെ ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഇതിൽ ഇതും കൊള്ളാം, ഇതും കൊള്ളാം. വേറെ ഇതേ പാറ്റേണിൽ വേറെ ഉണ്ടോ ചേച്ചി? ഇതേ പാറ്റേണില അതെടുക്കാം ചേച്ചി. താഴത്തെ അതെ. അല്ല, സിൽവറും കൂടെ വരണമെന്നുള്ളതല്ല. അത് കണ്ടപ്പോൾ ഒരു ബ്രൗൺ പേപ്പർ വെക്കണമാ? സാരി കൊടുക്കുന്നതാ? എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഇതും കൊള്ളാം, ഇതും കൊള്ളാം. അത് കാണാൻ ഒരു തിളക്കമുണ്ട്. മറ്റേ നമ്മളെ ലൈറ്റൊക്കെ അടിക്കുമ്പോഴേ ചോര്
ഇത് ഇതല്ല കൊടുക്കാമെന്ന് വെച്ചോളേ ഇതിനെ കാട്ടി ഇത് സിൽവറും കൂടെ വരുവേ. സിൽവർ വരും കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സിൽവർ വരുന്നതിൽ എന്തെങ്കിലും റേറ്റിൽ വരുന്നില്ല? കല്യാണത്തിന് അങ്ങനെയുള്ള കൊടുക്കാറില്ലേ? കുർത്തയിൽ ചിലപ്പോൾ സിൽവറിന്റെ ഒക്കെ ഒരു ഇതുണ്ടെങ്കിൽ അതേ സെയിം ആയിട്ട് എടുക്കും. ഓക്കെ. അല്ല നമ്മൾ ഷർട്ട് എടുത്തിട്ടില്ല. ഇങ്ങനെ വരില്ല ഷൈനിങ് കുർത്തായും ഗോൾഡും ഇതും ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു ഷൈനിങ് വരുന്നത് ഇതുപോലെ എടുപ്പാങ്ക. அப்போ அதுபோல் எடுக்கும்போது இந்த மாதிரி ஷைனிங் வரும்போது நல்லா இருக்கும். ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മതിയോ? നമുക്ക് ഷർട്ടും കൂടെ നോക്കിയിട്ട് ഷർട്ട് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഷർട്ട് കൂടെ നോക്കി ഇതുകൊണ്ടാണ് വരുന്നത്. 38 ക്രീം കളർ പോലെ. സിൽക്കിന്റെ ഇങ്ങനെ വരും മെറ്റീരിയൽ. ചേച്ചി ജുബ്ബ ടൈപ്പ് വല്ലതും ഉണ്ടോ? അതായത് കുറച്ച് ഇല്ല ഇല്ല. നിങ്ങളങ്ങനെ കസ്റ്റം മേഡ് ചെയ്ത് കൊടുക്കണുണ്ടോ? ഇല്ല, കുർത്തി നമുക്ക് ഷർട്ട് മാത്രമേ ഉള്ളൂ. ഷർട്ട് മാത്രമേ ഉള്ളൂ. ഷർട്ട് കഷ്ടം മേടിക്കും ഇല്ല ഇല്ല നമുക്കുള്ളത് ഇതിനുള്ളല്ലേ ആ ട്രൈ ചെയ്യണം. പക്ഷെ ചേച്ചി ഇട്ട് നോക്കാൻ ട്രയൽ ചെയ്യാൻ കുഴപ്പമുണ്ട? സൈസ് ഉറപ്പാണെങ്കിൽ എടുക്കുക. ആ മനസ്സിലായി. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലായി. ആ 36 അല്ല, നിനക്ക് എത്ര സൈസ്? എത്ര? 38 ആണ്. ഇത് പക്ഷേ സ്ലിം ഫിറ്റ് അല്ല. സ്ലിം ഫിറ്റ് വേണം. സ്ലിം ഫിറ്റ് ഇല്ല. ഇല്ല, നമ്മൾ എടുത്തിട്ട് ചെയ്യേണ്ടി വരും അല്ലേ? പക്ഷെ മതിയാവും. ഇത് മതിയാവും. 38 മതിയാവും. സ്ലിം അടിക്കാൻ പറ്റുമോ? 38 അടുപ്പിക്കാനല്ലേ നമ്മൾ പറ്റുള്ളൂ. നൈസ്. അതെ, അത് സൈസ് എത്ര ചേച്ചി? 38. ആ ഓക്കെ ഓക്കെ. ആ മുന്നും കൂടെ വെച്ചോ. ഗൈസ്, നമ്മളിനി അടുത്ത് സെലക്ട് ചെയ്യാൻ പോണ സാരിയാണ്. ഏത് സാരി വേണം ഗൈസ്? ചേട്ടാ നോക്കി പറ. മറ്റേ ഇതുണ്ട് ജെറി പോയാ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മുന്താണിയാണേ. പ്രായമാണ് കേട്ടോ. 65. ഇതിൽ ഡിസൈൻ ഇല്ല, ബോർഡർ മാത്രം ഇത്ര വേരി ചെയ്തേ ഉള്ളൂ. ഇത് മുന്താണി, ഇത് ബോഡിയാണ്. ഇതാണ് ബ്ലൗസ്. ബ്ലൗസ് സോറി ഏത് റേറ്റ് ചെയ്ത് റേറ്റ് പറയാം 1390 കുറയും. ഓക്കെ, എനിക്ക് ഇട്ടെ. എല്ലാം തുറക്കണ്ടാവില്ലേ? പാടറിയുന്നു നല്ല ഇത് കാണാൻ പറ്റുള്ളൂ. ഇത് കളർ വന്നിട്ട് ലൈറ്റ് കളറാണ്. കോൺട്രാസ്റ്റ് അല്ല, എല്ലാം ഒരു കളറാണ്. ബ്ലൗസും എല്ലാം ആ അതെ, വ്യത്യാസമില്ല, എല്ലാം ഒരു പ്ലെയിൻ ഡിസൈൻസ് വരുന്നുണ്ട് അല്ലേ? എനിക്ക് പറ്റിയില്ല. എനിക്ക് പറ്റിയില്ല. പറ്റിയില്ല. നേരത്തെ നമ്മൾ ഷർട്ടിൻ്റെ പീസ് എടുത്തില്ലേ? ഇതേണ്ട് ആ കാണുന്ന ഷർട്ടിൻ്റെ പീസ്. ആ കളർ അതുമായിട്ട് ഇതാണ്. അതുമായിട്ട് ഇതാണ്. ഇതാ ഷർട്ടാ. അല്ല അത് ശരിയാകത്തില്ല ഗൈസ്. എല്ലാം വാരി വലിച്ച് നിരത്തിയിട്ട് റാക്കിലുണ്ടായിരുന്ന സാധനം മൊത്തം എന്താ മേശപ്പുറത്ത് കിടന്നുണ്ട്. ഓക്കെ, അല്ലാത്ത നമ്മളെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ ചേച്ചി ബില്ലാക്കാം. ആ ഗൈസ്, ഇതാണ് നമ്മളെടുത്ത ഷർട്ട്, സാരി ആൻഡ് കല്യാണ ഷർട്ട്. മുണ്ട് 1-ാം തീയതി. ആ വലുത് ചേച്ചി. വണ്ണത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചിറങ്ങി. നമ്മൾ ഇനി അടുത്ത് എങ്ങോട്ടാ പോകണം? അതാണ് ദേവി കൃഷ്ണ ടെക്സ്റ്റൈൽസ്. അടുത്ത നമ്മളെന്താണ് അടുത്ത പരിപാടി? ഫുഡ്. എവിടെയാണ് പോകുന്നത്?
ഗൈസ് അവണാങ്കുഴി എവിടെയാണെന്ന് എനിക്കറിയാം. നമുക്ക് അങ്ങോട്ട് പോവാം. അവണാങ്കുഴി ഞാൻ പോയിട്ടില്ല. പോയിട്ടില്ല. അപ്പം നമുക്ക് ചോദിച്ച് പോവാം. ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സാധനം എടുക്കാം. അതായത് ഇപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വണ്ണം കുറച്ച് കുറവായതുകൊണ്ട് മുണ്ടിൻ്റെ നീളം കൂടിപ്പോയാൽ ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കും. അപ്പോൾ അത് നമുക്ക് വൃത്തിയിടല്ലോ. ഒരു കല്യാണം ജീവിതത്തിൽ ഒരിക്കലുള്ള സംഭവമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെയാണ് ഇവിടെ അന്വേഷിച്ച് വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ നമുക്ക് എത്ര മുഴോടാ? 7 മുഴത്തിൻ്റെ മുണ്ട്. അപ്പം നമ്മൾ സാധാരണ എടുക്കുന്നത് 8 മുഴമാണ്. നമുക്ക് 1 മുഴം കൂടെ കുറച്ച് 7 മുഴം. അപ്പോൾ ഇനി 1-ാം തീയതി വന്നാൽ സാധനം കിട്ടും. ഗൈസ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത അവണാങ്കുഴിയിൽ പോവാം. അവണാങ്കുഴി അതെവിടെയാണോ എന്തോ വല്ല കായൽ കരയിലോ വല്ലതൊക്കെ തന്നെ. അല്ല ഉള്ളിലോട്ട് എവിടെയാണ്? ഇല്ലെങ്കിൽ വിസ്മയിൽ പോവാം. അവണാങ്കുഴി തന്നെ പോവാം. അവണാങ്കുഴിയിൽ മരിച്ചിനിയും പുട്ടും പൊറോട്ടയാണ്. മതി. മരിച്ചിനിയും പുട്ടും പൊറോട്ടയെങ്കിൽ മരിച്ചിനിയും പുട്ടും പൊറോട്ട. ഇവിടെ വിസ്മയല്ല. ഊണുണ്ട്. ഊണ് ബിരിയാണി ഉണ്ടോ? ഊണും മറ്റേ നാടൻ കോഴി പൊറോട്ട. ഇതുവഴി ഇറങ്ങാൻ പറ്റുമോ? ഇതുവഴി ഇറങ്ങാൻ തോന്നുന്നു. ഈ നിങ്ങൾ ആരെങ്കിലും വരണമെങ്കിൽ ഇതാണ്ട് ഈ അമ്പലം നോക്കി വെച്ചത് അഗസ്ത്യാർ അമ്പലമാണ്. അഗസ്ത്യാർ അമ്പലത്തിന്റെ തൊട്ട് ബാക്കിലായിട്ട് കറക്റ്റ് ബാലരാമപുരം ജംഗ്ഷൻ. ബാലരാമപുരം ജംഗ്ഷനിൽ വന്നിട്ട് റൈറ്റ്. അതെ. ഒന്നാമത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആവശ്യം അത് അവർ സമാധാനപരമായിട്ട് കേട്ട് അതിനനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഇങ്ങോട്ട് മാർക്കറ്റിൽ അത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് കൈത്തറിയുടെ മെയിൻ സ്ഥലമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ നിന്നാണ് പലരും ഡ്രസ്സസ് അതായത് പല സാധനങ്ങളും വാങ്ങിയിട്ട് അതായത് മുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നത് പുതിയ ടെക്സ്റ്റൈൽസിലേക്ക് കൊണ്ടുപോയി വയ്ക്കണം. അപ്പോൾ നമുക്കിനി എന്തായാലും അവണാങ്കുഴിയിലോട്ട് പോകാം. അവണാങ്കുഴി എത്തിയിരിക്കുകയാണ് ഗൈസ്. വലിയൊരു കുഴിയിലോട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു കുഴിയിലേക്ക്. അടിപൊളി അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കൊള്ളാം. അതുകൊണ്ട് മുരുകൻ ക്ഷേത്രം. ഗൈസ് എത്തി. ബാലമുരുക തട്ടുകട. ബാലമുരുക തട്ടുകടയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ഗൈസ് നമ്മളിതാ ഇവിടെയാണ് വന്നത് കേട്ടോ. ബാലമുരുക തട്ടുകട. ഇടാം. തിരക്കില്ല ഗൈസ്, നമ്മൾ മാത്രമേ ഉള്ളൂ. പുട്ട് കപ്പ പൊറോട്ട. പുട്ട് കപ്പ പൊറോട്ട. എനിക്ക് പുട്ട്, നിനക്ക് പൊറോട്ട, അവന് കപ്പ, അവനും പുട്ട്. ഓക്കെ ഗായ്സ് പുട്ടെത്തിയിരിക്കുകയാണ്. അതെ ആവി പറക്കാൻ പുട്ട് കുറ്റിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വയ്ക്കണം. അപ്പോൾ എനിക്കൊരു കോൾ വന്നു, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവൻ പൊറോട്ട വാങ്ങിച്ചു. വീട്ടിൽ പുട്ടുണ്ടാക്കിയ കഴിക്കാത്തവനാണ് ഞാൻ. ഈ വീഡിയോ കാണുമ്പോൾ അമ്മേനെ കൊല്ലേ ഉള്ളൂ. ഇത് വന്നിട്ട് തോരൻ, ഇത് വന്നിട്ട് വരട്ടെ. കഴിക്കട്ടെ, കഴിച്ചിട്ട് പറയാം. മതി. മുളക് കറിയാണ്. അപ്പയ്ക്കാണ് മുളക് കറി. ഗൈസ് ഗ്രേവി എന്ന് പറഞ്ഞാൽ എനിക്കത് മുളക് കറിയായി. മുളക് കറിയല്ല, ഗ്രേവി. ശകലം ചിക്കൻ തിരക്കും. അടിപൊളി. ഗൈസ് കഴിച്ച് കഴിഞ്ഞ് ഒന്നുമില്ല, കംപ്ലീറ്റ് വാനിഷ്. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഗോലി സോഡ. നമ്മളത് ഒരിക്കൽ വേറെ എവിടെ പോയപ്പോൾ ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അത് ബ്ലൂബെറി ഫ്ലേവർ. നീ വാങ്ങിച്ചതാടാ? അതോ ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിൾ എങ്ങനെ ഉണ്ട്? കൊള്ളാമോ?
കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പ്ലേറ്റ് എടുത്ത് വേസ്റ്റ് കളയണം. ഇതാണ് അവിടുത്തെ പ്രൈസ് ലിസ്റ്റ്. ചിക്കൻ പൊറോട്ട, ചിക്കൻ ലിവർ പൊറോട്ട, കപ്പ പൊറോട്ട. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലുണ്ടെന്ന് നമ്മൾ എങ്ങനെ അറിയും? എല്ലും പല്ലും ഗൈസ്. എല്ലും പല്ലും എന്ന് ഉദ്ദേശിച്ചാൽ വേറെ ഒന്നുമല്ല. സംഭവം നമ്മളെ വന്ന് കഴിക്കുന്ന കറിയിൽ നമ്മൾ വിചാരിക്കും എല്ലാം പീസാണെന്ന്. പീസല്ല, അതായത് നാടൻ കോഴി ആയതുകൊണ്ടാണ് എല്ലുണ്ട്. എല്ലെന്ന് പറഞ്ഞാൽ ഏത് പീസ് എടുത്താലും അതിൽ എല്ല് കാണും. അതുകൊണ്ട് കടയിൽ നിന്ന് കടിച്ചു കഴിഞ്ഞാൽ പല്ല് പോകും. നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ അടുത്ത പോകുന്നതെന്ന് പറഞ്ഞാൽ വൈകിട്ടത്തെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള സ്യൂട്ട് വാങ്ങിക്കാനല്ല, നമ്മൾ റെൻ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് വെറുതെ നമ്മൾ സ്യൂട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത്? വർഷത്തിലല്ലല്ലോ, ജീവിതത്തിൽ ഒരിക്കലാണ് ചിലപ്പോൾ സ്യൂട്ട് ഉണ്ടാകുന്നത്. അതുപോലുള്ള എന്തെങ്കിലും ഫങ്ഷൻസിന് എന്തിനു വെറുതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ റെൻ്റൽ എടുക്കാൻ പോവുകയാണ്. പാപ്പനംകൂട് അങ്ങനെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ജംഗ്ഷനിൽ തന്നെ. ഓക്കെ. ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ട ചിക്കൻ തോരൻ നമുക്ക് മറ്റേത് പറ്റും. നോർമൽ തോരനല്ല കേട്ടോ, നമ്മൾ സാറിന് വീട്ടിൽ ചിക്കൻ തോരൻ കൊള്ളാണ്. പക്ഷെ നാടൻ കോഴിയല്ല, മറ്റേ ബ്രോയിലർ. ഇത് ഭയങ്കര കട്ടി. 1 2 2-3 കടിയൊക്കെ എനിക്ക് കിട്ടിയായിട്ട്. പീസാണെന്ന് പറഞ്ഞത് കഴിച്ചത് എല്ലായി. പിന്നെ കൊള്ളാം, നൈസാണ് സാധനമൊക്കെ, കൊള്ളാം. നാടൻ സെറ്റപ്പ്. ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വളർന്നിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാര്യം ഇതൊരു ഉള്ളിലുള്ളൊരു പ്രദേശമാണ്, മെയിൻ റോഡിലൊന്നും അല്ല, കുറച്ച് ഉള്ളിലായിട്ടുള്ള പ്രദേശമാണ്. നാട്ടിൻ പുറത്താണ് പറയാം. അവിടെ ഇങ്ങനൊരു കട നടത്തിയിട്ട് അവിടെ ഓൾ ടൈം ആളുണ്ട്. സാധാരണ നമ്മൾ നാട്ടിൻ പ്രദേശത്തെ കടയിൽ ചിലപ്പോൾ രാവിലെ ആളുകളാണെങ്കിൽ ചിലപ്പോൾ വൈകിട്ട് കുറച്ച് പേര് വന്ന് പോകുമായിരിക്കും. പക്ഷേ എങ്ങനെയല്ല, ഞാൻ വന്നപ്പോഴും പോയപ്പോഴും നമ്മൾ ഇറങ്ങിയപ്പോഴും ആളുണ്ടായിരുന്നു, നമ്മൾ തിരിച്ച് മീൻസ് അവിടെ വന്നപ്പോഴും ആളുണ്ടായിരുന്നു. അപ്പം തേടി പിടിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ തേടി പിടിച്ചെത്തിയതാണ്, അതുപോലെ തേടി പിടിച്ച് വരുന്നവരാണ് അവിടെ കൂടുതലും ഉള്ളത്. ഗൈസ്, അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് പ്രീമിയം റെൻ്റലിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് പ്രീമിയമായിട്ടുള്ള സ്യൂട്ട്സ്, പോട്ട്സ് എല്ലാം നമുക്ക് റെൻറ്റിന് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പോയി നോക്കാം. ലിഫ്റ്റ് എവിടെ? ലിഫ്റ്റ് ഫസ്റ്റ് floor. Yes guys, suitor guy. ഗൈസ്, ഇവിടെ നമുക്ക് ആക്ച്വലി ഷോറൂം പോലെ തന്നെയാണ്. നമുക്ക് ആവശ്യത്തിന് ഓർഡർ ചെയ്തൊക്കെ തരുമല്ലോ. ആ ലുക്ക് മാറി. പൊളിയല്ലേ? ഗൈസ്, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഇവിടെ ഈ സംഭവം എന്ന് പറയുന്നത് റെൻറ്റിന് കൊടുക്കുന്ന സംഭവമാണ്. ഞാൻ ഇങ്ങനൊരു കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് നോക്കി
ഞാൻ വിചാരിച്ച നോർമൽ ഇതൊരു ഷോറൂം പോലെയാണ് ഇരിക്കുന്നത്. എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് സ്റ്റുഡൻസ് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് റെൻറ്റിന് കിട്ടും. നമ്മളെ പയ്യൻ ട്രയലിന് പോയിരിക്കുകയാണ്. ട്രയലിന് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എടാ വിജീഷ് എങ്ങനെയുണ്ട്? നീ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ നിനക്ക് എന്ത് തോന്നി? ഇപ്പം ഇതിട്ട് ശേഷം തോന്നി ശരിയാവില്ലെന്ന് തോന്നി. ഇപ്പോഴാ ശരിയാവെന്ന് തോന്നി. യെസ്. ഏതാ ഗൈസ്, രുദ്രൻ്റെ ബർത്ത്ഡേക്ക് ഇത് വാങ്ങിച്ചിടാം. എങ്ങനെയുണ്ട്? കൊള്ളായിരിക്കുമോ? ഗൈസ്, എന്താ പറയുക, നമ്മൾ വിചാരിച്ച സാധനം നമുക്ക് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, നമുക്ക് ആ സാധനം റെൻറ്റിൽ തരുന്ന സാധനം അവർ ഓൾട്ടർ ചെയ്ത് തരും. അതായത് നമ്മൾ പാൻസിന് നീളം കൂടുതലാണെങ്കിൽ അവരത് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ അവർ 4 ദിവസത്തേക്കാണ് വാടക കയറുന്നത്. 4 ദിവസത്തേക്ക് എത്രയാണ്? 3899 അല്ലേ? 3899. നമ്മളെടുത്ത മെറ്റീരിയലാണ് 3899. നമ്മൾ പ്രീമിയത്തിൽ കണ്ടെല്ലാം 3899. നമ്മളല്ലാതെ നോർമലുണ്ട്, അതിന് 2899. ഞാൻ ചോദിച്ചായിരുന്നു, 2899 എന്നാണ് പറഞ്ഞത്. സംഭവം കൊള്ളാം, സെറ്റാവുന്നു. ഇനി കല്യാണത്തിന് ഇതൊക്കെ ഇട്ട് വിജീഷിനെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്യൂട്ട്, അതുപോലെ സ്യൂട്ടിൻ്റെ ബാക്കി അസിസ്റ്റ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എന്താണ് വാടകയ്ക്ക് വേണമെങ്കിൽ, അതായത് വാങ്ങിക്കാൻ വയ്യാതെ, അതായത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, റെൻ്റലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലമുണ്ട്. അതാണ് സ്യൂട്ടറിയ നമ്മളിപ്പോൾ പോയ സ്ഥലം. അത് വന്നിട്ട് പാപ്പനംകോടാണ്, തിരുവനന്തപുരത്ത് പാപ്പനംകോട്. കേരളം ഒട്ടാകെ 14 ഇടത്തോടുന്നുണ്ട്. സിഗ്നൽ 12 സ്ഥലത്തില്ലേ? 12 സ്ഥലത്താണ് ഉള്ളത്. നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് അവർ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നാൽ മതി. അവർ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അവർ സെറ്റ് ചെയ്ത് തരും. അതാണ് എൻ്റെ വേറൊരു പ്രത്യേകത. അപ്പം ഇത് പ്രൊമോഷനൊന്നുമല്ല, പ്രൊമോഷൻ ചെയ്യാനുള്ള ഈ സമയമൊന്നും എനിക്കായില്ല. ഞാൻ ചെറുതായിട്ടല്ലേ വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെയൊക്കെ പോയപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതാണ്. കൊള്ളാം സംഭവം. നമ്മളെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് വേണമെന്ന് തോന്നിയിട്ട് വേണ്ടാതെ നമ്മൾ കളയാം. കാര്യം നമ്മൾ പൈസയ്ക്ക് ശരിയാവില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ ഒഴിവാക്കാറില്ലേ? അതിൽപ്പെട്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നേരെ കടയിൽ പോകണം. ഇന്നിപ്പം തിങ്കളാഴ്ചയാണ്. ഇന്ന് രാവിലെ കടയിൽ പോയില്ല. ഇപ്പോൾ വൈകിട്ട് കടയിൽ പോകണം. നല്ല തിരക്കുള്ള ദിവസമാണ്, തിങ്കളാഴ്ചയാണ് പറഞ്ഞത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് നമ്മളെ ബിൽ പേപ്പർ തീർന്നു. ബിൽ പേപ്പർ വാങ്ങിക്കണം. ബിൽ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോവാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ കുഞ്ഞൻ വ്ളോഗായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോ, ഇനി അടുത്ത ആഴ്ച നമ്മൾ ഇനി അടുത്ത ഇവൻ്റെ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കണം. അതുമായിട്ട് വീണ്ടും എത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടു ദ നെക്സ്റ്റ് ടൈം, ദിസ് ഈസ് നായർ സൈനിങ് ഓഫ് ഫ്രം സൺഡേ ട്രാവൽ വ്ളോഗ്സ്. ബൈ ബൈ.